ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. രാജ്യത്തിന്റെ വികസനം ദ്രുതഗതിയിലാകാൻ കാർഷിക വ്യവസ്ഥയിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രധാന പദ്ധതികളായ PM ധൻധാന്യ യോജനയ്ക്കും പയറുവർഗ സ്വാശ്രയ ദൌത്യത്തിനും അദ്ദേഹം ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് രാജ്യമെമ്പാടും നാളെ പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നടത്തും. സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് നൽകാൻ സ്കൂളുകൾ, അങ്കണവാടികൾ, വായനശാലകൾ, സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പ്രവർത്തിക്കും. ട്രാൻസിറ്റ് ബൂത്തുകൾ രാത്രി 8 വരെ പ്രവർത്തിക്കും. നാളെ തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ വീടുകളിൽ തുള്ളിമരുന്ന് നൽകും. കൊച്ചി വാട്ടർ മെട്രോയുടെ പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ 2 ടെർമിനലുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. മട്ടാഞ്ചേരി, വില്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളാണ് ഉദ്ഘാടനം ചെയ്തത്. ക്രമസമാധാന പാലനം, ശാസ്ത്രീയ കുറ്റാന്വേഷണം, സൈബർ കുറ്റകൃത്യങ്ങൾ തടയൽ എന്നിവയിൽ രാജ്യത്തിന് മാതൃകയാണ് കേരള പോലീസെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31 C ബാച്ചിലെ 104 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിക്കായി പോയ പ്രൊഫഷണലുകൾ കേരളത്തിൽ മടങ്ങുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിൽ ബിസിനസ് സാധ്യതകളുടെയും വ്യക്തമായ സൂചനയാണെന്ന് മന്ത്രി P. രാജീവ്. F9 ഇൻഫോടെക് സംഘടിപ്പിച്ച കേരള സൈബർ സുരക്ഷാ ഉച്ചകോടി 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പോഷക മാസാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഇതോടനുബന്ധിച്ച് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ തൃശൂർ കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. പാൽ ഉൽപാദനക്ഷമതയിൽ ഒന്നാമതെത്താൻ കേരളത്തിന് സാധിക്കുമെന്ന് മന്ത്രി ജെ. ചിഞ്ചുറാണി. അന്താരാഷ്ട്ര സഹകരണ വർഷത്തോടനുബന്ധിച്ച് ദേശീയ ക്ഷീരവികസന ബോർഡും മിൽമയും സംയുക്തമായി സഹകരണത്തിലൂടെ സമൃദ്ധി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ആധാരമെഴുത്തുകാരുടെ സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രിയെ അസ്വസ്ഥതയെ തുടർന്ന് ഇന്ന് രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യ ഇടമായി കേരളം മാറിയെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വിഷൻ 2031ന്റെ ഭാഗമായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് സംഘടിപ്പിച്ച 3ാമത് രാജ്യാന്തര കോൺക്ലേവ് സുരക്ഷിതം 3.0 കാക്കനാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്തും ലക്ഷദ്വീപിലും ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡൽഹിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 518 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 4 വിക്കറ്റിന് 140 റൺസ് എടുത്തിട്ടുണ്ട്. വെനസ്വലയ്ക്കെതിരായ സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് ലോക ചാമ്പ്യന്മാരുടെ ജയം. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് ചാലിയാർ പുഴയിൽ സംഘടിപ്പിക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങൾ നാളെ മന്ത്രി P. A. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാർ എന്നും മലയോര ജനതയോടൊപ്പമാണെന്ന് വനം മന്ത്രി A. K. ശശീന്ദ്രൻ. മണിയാറൻകുടിയിൽ സംഘടിപ്പിച്ച മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുനമ്പം വഖഫ് ഭൂമി വിഷയത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശകളിൽ തുടർ നടപടി സ്വീകരിക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തിങ്കളാഴ്ച യോഗം വിളിച്ചു ചേർത്തതായി മന്ത്രി P. രാജീവ് പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.